മാമഴത്തുള്ളികൾ മണിമുത്തു ചാർത്തുന്ന പഴമൊഴിതൻ പൂമ്പാട്ടുമായി മിന്നാമിനിങ്ങിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. വെൽക്കം ടു മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് സെലിബ്രേറ്റഡ് ബൈ ഈസ്റ്റേൺ. മിന്നാമിനിങ് എന്ന ഈ പ്രോഗ്രാമിന്റെ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കണ്ടസ്റ്റൻസ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജസും ഹോൾ ക്രൂവുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. നാദർഷിക, മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. മഹതി മാം സ്വാഗതം. കുപ്പുസ്വാമി സർ സ്വാഗതം. Once again, we welcome you to മിന്നാമിനിങ്, powered by ലക്ഷ്മി ജ്വല്ലറി and celebrated by ഈസ്റ്റേൺ. മിന്നാമിനിങ്ങിന്റെ ഓരോ ഘട്ടത്തിലെയും ഓരോ റൗണ്ട്സും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതിൽ തന്നെ വളരെ വ്യത്യസ്തതയുള്ള റൗണ്ടുകളിൽ അവൾ റൗണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ വർണ്ണിക്കുകയും വ്യത്യസ്ത ഭാവങ്ങൾ വിളിച്ചറിയിക്കുന്ന റൗണ്ടാണ് അവൾ റൗണ്ട്. അപ്പോൾ അവൾ റൗണ്ടിൽ അടുത്തതായി പെർഫോം ചെയ്യാൻ വരുന്നു നിസാറുദ്ദീൻ ഷാ. നമുക്ക് സ്വാഗതം ചെയ്യാം നിസാറുദ്ദീനെ. തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. ഒരിടത്തോരായൽ വക്കത്തെ കണ്ണീർ പെൺകൊടിയിറങ്ങേലി. തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. കണ്ണോളം മൈയിട്ട് കാതോളം ഞാത്തിട്ട് കയ്യോളം വളയിട്ട് കാലോളം തടയിട്ട്. അവൾ റൗണ്ട് ആണ്. അപ്പോ എന്താണ് തീം, എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും പറയുന്നത് മണിച്ചേട്ടൻ്റെ സോങ് ആണ്. ഈ സോങ് സ്പെഷ്യലായിട്ട് ഞാൻ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സോങ് ആണ്. ഇപ്പോൾ ഈ ജൂലൈ 22 വൈഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ സാധിച്ചില്ല, ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയ കാരണം ഇപ്പോൾ ഇവിടെ തിരക്കായി പോയി. അപ്പോൾ ഈ സോങ് വൈഫിനൊരു ബർത്ത്ഡേ ഗിഫ്റ്റും കൂടെയാണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പാടാൻ ശ്രമിക്കുന്നത് ഞാനത്. അപ്പം എന്തായാലും വൈഫിനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പാടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നന്നായിട്ട് പാടൂ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. കരയിൽ പിടയണ കരിമീൻ പോലെന്റെ കരളിൽ വീണൊരു പുഴമീനെ. കസവിന്റെ തട്ടമിട്ട് മുഖം മറച്ചെന്നെ നോക്കി കടക്കണ്ണിൽ കളിക്കുന്ന പൊന്മാനെ. കരിമിഴി പിടയുമ്പോൾ കരിവള കിളുങ്ങുമ്പോൾ കനവിലിതെന്താണ് റംലാനിനവിലിതെന്താണ്. കരയിൽ പിടയണ കരിമീൻ പോലെന്റെ കരളിൽ വീണൊരു പുഴമീനെ. കസവിന്റെ തട്ടമിട്ട് മുഖം മറച്ചെന്നെ നോക്കി കടക്കണ്ണിൽ കളിക്കുന്ന പൊന്മാനെ. കരിമിഴി പിടയുമ്പോൾ കരിവള കിളുങ്ങുമ്പോൾ കനവിലിതെന്താണ് റംലാനിനവിലിതെന്താണ്.
17-ാം വയസ്സിന്റെ പടികടന്നുലയുന്ന പാതിരാവിന്റെ പനിനീർ മുല്ലേ, പാതി വിരിഞ്ഞ നിന്റെ പുഞ്ചിരി കണ്ട്, പാതി വിരിഞ്ഞ നിന്റെ പാലൊളി പുഞ്ചിരി കണ്ട്, പാതി മയങ്ങുന്നു പഞ്ചമി ചന്ദ്രൻ. കരിമീനേ നല്ല പുഴമീനേ, കരിമീനേ നല്ല പുഴമീനേ, കരയിൽ പിടയണ കരിമീൻ പോലെന്റെ കരളിൽ വീണൊരു പുഴമീനേ, കസവിന്റെ രക്തമിട്ട് മുഖം മറച്ചെന്നെ നോക്കി കടക്കണ്ണിൽ കളിക്കുന്ന പൊന്മാനെ, കരിമിഴി പിടയുമ്പോൾ കരിവള കിളങ്ങുമ്പോൾ കനവിളിതെന്താണ്, റംലാനിനവിളിതെന്താണ്. മൈലാഞ്ചി തട്ടമിട്ട് താളത്തിൽ ഒപ്പന പാടി മണിയറ സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണേ, മൈലാഞ്ചി തട്ടമിട്ട് താളത്തിൽ ഒപ്പന പാടി മണിയറ സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണേ, പുതുമാരൻ അണയുമ്പോൾ പൂമയിൽ പുണരുമ്പോൾ, പുതുമാരൻ അണയുമ്പോൾ പൂമയിൽ പുണരുമ്പോൾ, പൂത്തിരി കത്തുന്ന പൂമരക്കുമ്പേ, കരിമീനേ നല്ല പുഴമീനേ, കരിമീനേ നല്ല പുഴമീനേ, കരയിൽ പിടയണ കരിമീൻ പോലെന്റെ കരളിൽ വീണൊരു പുഴമീനെ, കസവിന്റെ തട്ടമിട്ട് മുഖം മറച്ചെന്നെ നോക്കി കടക്കണ്ണിൽ കളിക്കുന്ന പൊന്മാനെ, കരിമിഴി പിടയുമ്പോൾ കരിവള കിളങ്ങുമ്പോൾ കനവിളിതെന്താണ്, ശബനാനിനവിളിതെന്താണ്, കരളിൽ പിടയണ കരിമീൻ പോലെന്റെ കരളിൽ വീണൊരു പുഴമീനെ, കസവിന്റെ തട്ടമിട്ട് മുഖം മറച്ചെന്നെ നോക്കി കടക്കണ്ണിൽ കളിക്കുന്ന പൊന്മാനെ, കരിമിഴി പിടയുമ്പോൾ കരുവിളി തെഴുതുമ്പോൾ കനവിളിതെന്താണ്, ശബാന നിനവിളിതെന്താണ്. നിസ, അവൾ റൗണ്ട് അല്ലായിരുന്നോ? അതെ, ശരിക്കും ഞങ്ങൾക്കിതൊരു പ്രണയം റൗണ്ട് പോലെയാ തോന്നിയത്. ബർത്ത്ഡേക്ക് വിഷ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ബാക്കിൽ ഇത് വരുന്നുണ്ടായിരുന്നു, വീഡിയോ കോളിൽ ചില പടങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. കണ്ടപ്പോ തന്നെയാ. കണ്ടപ്പോഴാണോ? അത് സർപ്രൈസ് ആണല്ലേ, ഇവിടുത്തെ ആൾക്കാരുടെ പണിയായിരുന്നു അല്ലേ? അതെ. കണ്ട് ഞെട്ടിയോ? ബാക്കിയുള്ള സ്ത്രീ ആരാധികമാരും ഞെട്ടോ? എന്താ എന്താ ഇത് വണ്ടറായി പോയിന്ന പറഞ്ഞ മണ്ടനായി പോയിന്ന് പറഞ്ഞ വണ്ടറായി പോയിന്ന. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് കമന്റ്സ് ചോദിക്കാം അല്ലേ? ശരി. അല്ല, കമന്റ്സ് ഒക്കെ ചോദിക്കണതിന് മുമ്പ് നമുക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പാടണ്ടേ? ഷബാനക്ക് വേണ്ടിട്ട് പെട്ടെന്ന് സർ ഒരു പാട്ട്. നിഷാറുദ്ദീൻ ഭാര്യ ഷബാന്, നിഷാറുദ്ദീൻ ഭാര്യ ഷബാന് പിറന്ന നാൾ வாழ்த்து. வாழ்க பல்லாண்டு வளத்தோடே, வாழ்க பல்லாண்டு நலத்தோடே, வாழ்க பல்லாண்டு வளத்தோடே, எல்லாம் வல்ல அல்லா
அருள் தரட்டும் எல்லாம் வல்ல அல்லாஹ் அருள் தரட்டும் நலமோங்கட்டும் வாழ்வு பெருகட்டும் வாழ்க பல்லாண்டு வளத்தோடு வாழ்க பல்லாண்டு வளத்தோடு வளமும் நலமும் பெருக பெருகவே வாழ்க பல்லாண்டு வளத்தோடு வாழ்க பல்லாண்டு வளத்தோடு மின்னாமினிங்கில் பாடும் மின்னாமினிங்கில் பாடும் சாருதி அவருண்ட ഭാര്യ സമാന് வாழ்க வாழ்கவே பல்லாண்டு வாழ்க வளத்துடன் பல்லாண்டு அல்லாவின் அருளால் எல்லாமும் பெற்று அல்லாவின் அருளால் எல்லாமும் பெற்று எல்லாரும் போற்ற வல்லாண்டு வாழ்க வாழ்க பல்லாண்டு வளத்தோடு വളർക പല്ലാണ്ട് നലത്തോട്. ശരിക്കും പണ്ട് നമ്മുടെ വി സാമ്പശിവന്റെ കഥാപ്രസംഗം തുടങ്ങാൻ പോകുന്ന പോലെ ആയിപ്പോയി. കറക്റ്റ് അത് തന്നെ. ഇനി പറയേണ്ട ഞങ്ങളുടെ കഥ ആരംഭിക്കുന്നു. ഷബാന അല്ലേ? Happy birthday to you. Happy birthday to you. Happy birthday dear Shabana. Happy birthday to you. മോനെ ഇതിനും വലിയ ട്രീറ്റ് വേറെ എന്താ ഉള്ളത് അല്ലേ? ശരിക്കും ഞാൻ ഇപ്പോൾ 2 വട്ടമായിട്ട് ഞാൻ കൂടെ ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഷൂട്ട് ആയതിന്റെ പേരിൽ ഇവിടെ എത്താൻ പറ്റില്ല. അവര് മനസ്സമാധാനമായിട്ട് ഇരിപ്പുണ്ടോ? അല്ല, വലിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്ത് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ശീതളാണ് പറഞ്ഞേക്ക സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു സോങ് കൊടുക്കുക. അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ പണിയാ തോന്നുന്നുണ്ട് ഇതെല്ലാം കൂടെ. അത് ശരിയാണ്. അത് വേറൊന്നുമല്ല, ഈ അവരുടെ ശീതളക്കല്ലേ നിങ്ങളുടെ കൂടെ പാടിയിരുന്ന കുട്ടികളല്ലേ ഇതിന്റെ പിന്നില്? അതെ അതെ. അവർക്കൊരു ഈ നിസാറുദ്ദീന് ഇങ്ങനെ കല്യാണം കഴിഞ്ഞതാണ്, ഇങ്ങനെ ഒരു ഭാര്യയുണ്ട് എന്നൊക്കെ നിസാറുദ്ദീനെ ഓർമ്മിപ്പിക്കാനും കൂടിയാണ് അവരാ ചെയ്തത്. എനിക്ക് അതാണ് ആ കുട്ടികളോടുള്ള പെരുമാറ്റത്തിന്റെ അത് നിസാറിന്റെ. കുപ്പുസ്വാമി സർ, അതെ, നിഷാദിർക്ക് അവളുണ്ട് പറയുമ്പോൾ ஞாபகம் വരുന്നത് ഉണ്ട്, അത് ഭാര്യതാണ്, വേറെ ആരും വന്നിട്ടില്ല. അതെ അത് ഇപ്പൊ ഇന്ന് ഇല്ല ഇല്ല എപ്പോ എപ്പവും ഉള്ളിലിരിക്കും. അതെ 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 അതാണ് ലവ്. ഭയങ്കര ഇമോഷണലായി, അതെ അതെ, പിന്നെ പേടിച്ച്. എല്ലാ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും പിന്നിൽ എൻ്റെ ഭാര്യയാണ്. എൻ്റെ സ്പെഷ്യൽ മോട്ടിവേറ്ററാണ് എൻ്റെ വൈഫ്. ഇപ്പൊ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഇപ്പൊ ഇവിടെ മിന്നാമിനിൽ വരാൻ തന്നെ കാരണം എൻ്റെ വൈഫ് തന്നെയാണ്. പോണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതും വൈഫ് തന്നെയാണ്. സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. നന്നായിട്ട് പാടി. Thank you, sir. நல்ல நல்ல மூடான பாட்டு. அந்த அவள் அப்படிங்கிற டைட்டிலுக்கு நல்ல பொருத்தமாய். ஏன்னா உங்களோட அந்த பின்னாடி வந்துட்டா നിങ്ങളുടെ கல்யாணம் பர்த்டே ஃபோட்டோ ஆனது பின்னாடி நல்ல நல்ல அழகானது. ഭാര്യ நல்ல அழகானது, வடிவானது. പാട്ട് നല്ല വടിവായിട്ട് നല്ല 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 ഫീലിംഗ് കൊടുത്തു. സൂപ്പറാണ്, വെരി ഗുഡ്, നൈസ്. താങ്ക് യു സർ. നാദർഷിക സർദീൻ നന്നായിട്ട് പാടി. പിന്നെ ആ പാട്ടിന് അത്യാവശ്യം നല്ല കുറെ വിഷ്വൽസ് ഉണ്ടായിരുന്നു. ആ വിഷ്വൽസ് ആ പാട്ടിന് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് ഫീല് നമുക്ക് തന്നു. നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ അത് പലപ്പോഴും നമുക്ക് ഈ സ്റ്റേജിൽ, കാരണം നിസാർ പാടിക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് ആ ഫീൽഡിൽ തന്നെ നിസാറിൻ്റെ തന്നെ വിഷ്വൽസ് ബാക്കിൽ വരുമ്പോൾ പിന്നെ ആ പാട്ടിന് നല്ലൊരു എനർജിയുള്ള പാട്ടായിരുന്നു. ടോട്ടലി നന്നായിട്ട് പാടി, അത് വളരെ എൻജോയ് ചെയ്തു. എല്ലാവരും വളരെ ആസ്വദിച്ച പാട്ടാണ്. താങ്ക് യു അക്ക. മഹതി മാം. നിസാർ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു മാം. നല്ല ഒരു ശരിക്കും ദിവ്യ പറഞ്ഞ പോലെ ഒരു പ്രണയം റൗണ്ട് പോലെ ആയിരുന്നു ഫീലിംഗ്. സൂപ്പർബായിട്ട് നല്ല സോങ് സെലക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ, നല്ലൊരു ഡെഡിക്കേഷൻ ആയിരുന്നു. ആൻഡ് ശീതൾ ആൻഡ് ടീം നല്ലൊരു തോട്ട്, നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു വൈഫിന്. വെരി നൈസ്. ഇതുപോലെ ഹസ്ബൻഡ്സ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് വൈഫ്സിനുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ. ഗോഡ് ബ്ലെസ് യു വിത്ത് എ വെരി ഹെൽത്തി ആൻഡ് ഗുഡ് ബേബി ഓൾസോ. ആൻഡ് നല്ല ആസ് എൻ നിസാർ പാടിയ ഫസ്റ്റ് ചരണം വാസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ,
അതിൻ്റെ ഒരു ഫീലിങ്ങിൽ നിസാർ ക്യാരി ഓവർ ആയി. സെക്കൻഡ് ചരണം ഇത്തിരി കുളമാക്കി, ബട്ട് ഇറ്റ് വാസ് ഓക്കെ. നല്ല പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു ടോട്ടലി. വെരി നൈസ് ഫീൽ ഫോർ ദ ഹോൾ സോങ്. ആൻഡ് നിസാറിൻ്റെ സിംഗിങ് വാസ് ഓൾസോ വെരി ഗുഡ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. നിസാർ, ചേച്ചി ഇതിൽ കൂടുതൽ എന്ത് ഡെഡിക്കേഷൻ ആണ് ഇനി വേണ്ടത്? സത്യം. അപ്പോൾ ഇനി നിസാറിന് വൈഫിന് വേണ്ടിയിട്ട് നമ്മൾ സോങ് ഡെഡിക്കേറ്റ് ചെയ്തു. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ നിസാറിന് വേണ്ടിയിട്ട്? ഓക്കെ, കുപ്പുസ്വാമി സർ, ഔട്ട് ഓഫ് 30. ഓ, നിങ്ങൾക്ക് ഒരു 25, നിങ്ങൾ ഭാര്യക്ക് ഒരു 3, 28 തരാം. താങ്ക് യു സർ. നാദിർഷിക്ക, 28. താങ്ക് യു. മഹതി മാം, 28. താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. നിസാർ 90-ൽ 84 മാർക്സ് കിട്ടി. ഹാപ്പി ആയില്ലേ? ഹാപ്പിയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ അടുത്തതായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത് ശ്യാം എസ് പള്ളത്താണ്. നമ്മുടെ സിഗ്നേച്ചർ റൗണ്ട് മണിമേളം റൗണ്ട് ആണ്. നമുക്ക് വെൽക്കം ചെയ്യാം ശ്യാമിനെ. പഞ്ചാര കുഞ്ചിയല്ലേ പൊന്നമ്മേ എത്ര നാളായടി, കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലടി, ആരു മനസ്സിലടി പൊന്നമ്മേ വേല ഇറക്കല്ലടി. ശ്യാം, ഡ്രസ്സൊക്കെ കണ്ടിട്ടൊരു മേളമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. എന്താണ്? പറ്റുന്ന വിധത്തിൽ ശ്രമിക്കുന്നതായിരിക്കും. ശേഷം ഭാഗം സ്ക്രീനിലല്ലേ? എന്താണെന്നുള്ളത് കണ്ടറിയാന്നുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യൂ. ഓക്കെ ചേച്ചി. തനദിന താനാനാ ദിദ്ദിമി ദിമി തപ്പടിക്കുമ്പം, തനദിന താനാനാ ദിദ്ദിമി ദിമി തപ്പടിക്കുമ്പോ തിരിഞ്ഞും മറിഞ്ഞും കാരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി. തനദിന താനാനാ ദിദ്ദിമി ദിമി തപ്പടിക്കുമ്പം, തനദിന താനാനാ ദിദ്ദിമി ദിമി തപ്പടിക്കുമ്പോ തിരിഞ്ഞും മറിഞ്ഞും കാരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി. തനദിന താനാനാ ദിദ്ദിമി ദിമി തപ്പടിക്കുമ്പോ തിരിഞ്ഞും മറിഞ്ഞും കാരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി. കഴുത്തിലും കാലിലും കുടക്കിട്ട് പിടിച്ചിട്ട് കളിയഞ്ചും കളിപ്പിക്കുമ്പോൾ, മടി കണ്ടാലൊടുക്കത്തെ മരട കളി കളിക്കും മരഞ്ചാടി കുരങ്ങൻ ചേട്ടാ. കുട്ടിക്കുരങ്ങ് പണ്ട് ചുടുചോറ് വാരിയ കഥ മറന്നോ എന്റെ കുരങ്ങൻ ചേട്ടാ. കുട്ടിക്കുരങ്ങ് പണ്ട് ചുടുചോറ് വാരിയ കഥ മറന്നോ എന്റെ കുരങ്ങൻ ചേട്ടാ. തിരിഞ്ഞും മറിഞ്ഞും കാരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി, ആ തിരിഞ്ഞും മറിഞ്ഞും കാരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി. തനദിന താനാനാ ദിദ്ദിമി ദിമി തപ്പടിക്കുമ്പം, തനദിന താനാനാ ദിദ്ദിമി ദിമി തപ്പടിക്കുമ്പോ തിരിഞ്ഞും മറിഞ്ഞും കാരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി. ഹനുമാന്റെ കഥ പറഞ്ഞിരുന്നു നീ ഞെളിയേണ്ട, പൊളി പൊളി ചിളിക്കേണ്ട നീ. കാലുണ്ട് കാലുണ്ട് മരഞ്ചാടും പതിവുണ്ട്, പിടിവിട്ടാൽ നിലം പൊത്തും നീ. കടൽ ചാടി ഹനുമാൻ പണ്ടായിരം കാതം, കഴിയില്ല അരകാതം മുതുകുരങ്ങ. കടൽ ചാടി ഹനുമാൻ പണ്ടായിരം കാതം, കഴിയില്ല അരകാതം മുതുകുരങ്ങ. തിരിഞ്ഞും മറിഞ്ഞും കാരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി, തിരിഞ്ഞും മറിഞ്ഞും കാരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി. തനദിന താനാനാ ദിദ്ദിമി ദിമി തപ്പടിക്കുമ്പം,
തനദിന താനാന ദിമി ദിമി തപ്പടിക്കുമ്പോ തിരിഞ്ഞും മറിഞ്ഞും കരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി തനദിന താനാന ദിമി ദിമി തപ്പടിക്കുമ്പം തനദിന താനാന ദിമി ദിമി തപ്പടിക്കുമ്പോ തിരിഞ്ഞും മറിഞ്ഞും കരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി തനദിന താനാന ദിമി ദിമി തപ്പടിക്കുമ്പോ തിരിഞ്ഞും മറിഞ്ഞും കരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി തിരിഞ്ഞും മറിഞ്ഞും കാരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി തിരിഞ്ഞും മറിഞ്ഞും കാരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി. ശ്യാം, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ശരിക്കും ആ ഡാൻസേഴ്സ് ഈ റൗണ്ട് വരുമ്പോൾ ഡാൻസേഴ്സും കൂടി ഉണ്ടെങ്കിൽ ആ പാട്ടിന്റെ കൂട്ടത്തിൽ നമ്മൾ ഡാൻസ് കൂടുതൽ ശ്രദ്ധിക്കും, പാട്ടും ശ്രദ്ധിക്കും. പക്ഷെ പാട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയേണ്ടത് ജഡ്ജസ് ആണ്. നമുക്ക് ചോദിക്കാം. നാദർഷിക, നന്നായിരുന്നു ശ്യാമിന്റെ പാട്ട് നന്നായിരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ശ്യാമ് അവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പിള്ളേർ കിടന്ന് നല്ല ഭംഗിയുള്ള പിള്ളേർ കിടന്ന് ഡാൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധ നമ്മളിൽ പെട്ടെന്ന് അങ്ങോട്ട് പോകും. അതിൽ കുറച്ച് ശ്രദ്ധിച്ചെങ്കിലും ശ്യാമിൻ്റെ പാട്ട് ഇടയ്ക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഗാഡ് എന്ന് പറയുന്ന സിനിമയിൽ അറുമുഖൻ വെങ്കടങ്ങ് എഴുതിയ പാട്ടാണ്. കലാഭവമണിയും കുരങ്ങും മാത്രം അഭിനയിച്ച സിനിമയാണ് ദ ഗാഡ്. ഹക്കീം എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റാണ്. അദ്ദേഹമായിരുന്നു എൻ്റെ സംവിധായകൻ, മരിച്ചുപോയി. പണ്ട് ദാസേട്ടൻ്റെ കൂടെ ഹക്കീം അശോകൻ എന്ന് പറയുന്ന ദാസേട്ടൻ്റെ ഗാനമേള ട്രൂപ്പിൻ്റെ ഇടയിൽ മിമിക്രി കാണിച്ചിരുന്ന രണ്ടുപേരാണ് അവർ. അതിൽ ഹക്കീമാണ് ഡയറക്റ്റ് ചെയ്തിരുന്നത്. ജയരാജ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു അദ്ദേഹം. ഏതായാലും ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തി ശ്യാമ് ഇവിടെ പാടിയപ്പോൾ. ശ്യാമിൻ്റെ പാട്ട് ചില സ്ഥലങ്ങളിൽ കുഴപ്പമുണ്ടായിരുന്നു, ചില സ്ഥലങ്ങളിൽ നന്നായിരുന്നു. പിന്നെ ഈ പിച്ചിങ്ങിൻ്റെ പ്രോബ്ലം ഇപ്പോഴും ഉണ്ട് ശ്യാമ്. നമ്മൾ നല്ല എനർജിയിൽ പാടുന്നുണ്ട്, പാടുമ്പോഴും നമുക്ക് ഈ ശ്രുതി കാര്യങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ മാത്രം അതിനൊരു സുഖം കിട്ടുള്ളൂ. അത് ഇടയ്ക്ക് വിട്ടു പോകുമ്പോൾ നമുക്ക് പാട്ടിൽ നിന്ന് ഇതൊക്കെ പാടുമ്പോഴും വെറുതെ തിരിഞ്ഞും മറിഞ്ഞും കൊരങ്ങം കുട്ടാപ്പി എന്ന് പാടുന്നത് തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ പാടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എൻജോയ് ചെയ്ത് പാടുന്നത്. പിന്നെ സ്റ്റാർട്ടിങ് പാടിയില്ല തനദിനദാന, അത് വളരെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോങ് തുടങ്ങിയപ്പോൾ ശ്യാം എങ്ങനെ പാടിയത്? അത് വെറുതെ മോനൊന്ന് പാടിയത് അങ്ങനെയല്ല, ശരിക്ക് അതിനൊരു പവർ. അതില് മണി പാടി വെച്ചേക്കുന്ന അതില് സ്റ്റാർട്ടിങ് ഒരു സോങ്ങിന്റെ വെരി ബിഗിനിങ്, അത് ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പാടി തുടങ്ങുകയാണ്. പാടി തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പാടി തുടങ്ങിയിട്ട് പിന്നെ അതിന് ഓർക്കസ്ട്ര വരുമ്പോൾ മാത്രം ഇങ്ങനെ പാടിയിട്ട് കാര്യമില്ല. അതാ അതിലെ പവറിൽ ഒന്ന് പാടി നോക്കി. അത് അങ്ങനെ തന്നെ പാടി നോക്ക്. തനദിന താനാന ദിമി ദിമി തപ്പടിക്കുമ്പം തനദിന താനാന, കുറച്ചും കൂടി ഫോഴ്സ് കൊടുത്തേ. തനദിന താനാന തനദിന താനാന ദിമി ദിമി തപ്പടിക്കുമ്പം തനദിന താനാന ദിമി ദിമി തപ്പടിക്കുമ്പോ തിരിഞ്ഞും മറിഞ്ഞും കാരണം കുത്തണ കൊരങ്ങൻ കുട്ടാപ്പി. ഇങ്ങനെ ഇത്രയെങ്കിലും പാടിയില്ലെങ്കിൽ പാട്ടിന് പവർ ഉണ്ടാവില്ല. ഇതല്ല പവർ വേണ്ടത് ശരിക്ക്. പക്ഷെ ഇത്രയെങ്കിലും മിനിമം പാടണം. ശ്യാമിൻ്റെ കുഴപ്പങ്ങളിൽ ശ്യാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ശ്യാം ബേസിക്കലി പാവമാണ്, പാവം പയ്യന. ആ പാവം നമ്മുടെ പാട്ടിൽ വേണ്ട. ഞാൻ പാവമാണ്, അയ്യോ എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പാടുള്ളൂ, അത് കാണിക്കണ്ട. ശ്യാമ പാവമല്ല, സ്റ്റേജിൽ കയറിക്കുമ്പോൾ പാവമല്ല എന്ന് പറഞ്ഞാൽ ക്രൂരനായിക്കോ. കുറച്ച് നേരത്തേക്ക് ടീച്ചറിയാകും പാട്ടിൻ്റെ കാര്യത്തിൽ കേട്ടോ. ഓക്കെ, ഓക്കെ. താങ്ക് യു മഹതി മാം. ശ്യാം, നല്ല പെർഫോമൻസ് ശ്യാം. നല്ല എന്തൂസിയാസം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ്. ശ്യാമിന് കുറച്ചും കൂടി കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ പാടാമായിരുന്നു. ഇത്രയും കൂടി സ്റ്റാർട്ടിങ് മഹാബോറായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, എന്തൊരു റൊമാൻറ്റിക് സോങ് തുടങ്ങുന്ന പോലെയാണ് ശ്യാം തുടങ്ങിയത്. ഇത്രയും പഞ്ചുള്ള ഒരു പാട്ട് അങ്ങനെയല്ല തുടങ്ങുന്നത്. ഇപ്പം നാദൃശൊക്കെ പറഞ്ഞ പോലെ അത്രയും പഞ്ച് വേണം. ഒരു പാട്ട് തുടങ്ങുമ്പോൾ എല്ലാവരും ഉറങ്ങാൻ പാടുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നല്ല ഒരു എന്തൂസിയാസം എനർജിയൊക്കെ വരണ്ടേ. സോ ശ്യാം ആദ്യം അത് ശ്യാമിൻ്റെ സിംഗിങ്ങിൽ കൊണ്ടുപോവുക, ആറ്റിറ്റ്യൂഡിൽ കൊണ്ടുപോവുക, അതൊക്കെ കൊണ്ടുവരണം കേട്ടോ. കുറേ പിച്ചിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പല്ലവി കൂടി പ്രശ്നമായിരുന്നു.
ബട്ട് ഡാൻസേഴ്സ് ഉള്ള കാരണം ആ കൂടി കാണാൻ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് അത് വന്നു. ഓക്കെ, സോ പിച്ചിങ്ങിൻ്റെ കാര്യം ശ്യാം, യു റിയലി ഹാവ് ടു ഇംപ്രൂവ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. കുപ്പിസ്വാമി സർ. ஷியாம், நைஸ் சிங்கிங். താങ്ക് യു സർ. பட் பாடும்போது அந்த நோட்ஸு സ്വരം ശ്രുതിയെ மட்டுமில்ல ഭാവമുണ്ട് ഉണ്ട് அதை மனசில் வைக்கணும். இது அந்த அந்த சென்டென்ஸ் வரும்போது அதை அடித்து பாடுறது பிடிச்சு பாடுறது எங்களை 2 விஷயங்கள் மனசில் வச்சுக்கணும். தானாதீன தந்தான அப்படிதான் தானாதீன அது நோட் சேம் நோட். தானாதீன தானாதீன சேம் நோட். தானாதீன தந்தான அப்போ வரும்போது தம் தான தான അതെ. അപ്പം ഈ മെട്ടിൽ ഞാൻ 20 വർഷத்துக்கு മുന്നേ പാടുന്ന ഒരു പാട്ടൊന്ന് ഇവിടെ ഉണ്ട്. അത് ഗ്രാമത്തെ ഗീതങ്ങളിലെ ഫസ്റ്റ് ഞാൻ എഴുതിയ പാട്ടാണ്. തഞ്ചാവൂര് ഉറുമിമേള താളം കെട്ടി പാടി വരും കുംഭകോണ പൊൻകരക കുഞ്ച വച്ചി ആടി വരും. തഞ്ചാവൂര് ഉറുമിമേള താളം കെട്ടി പാടി വരും കുംഭകോണ പൊൻകരക കുഞ്ച വച്ചി ആടി വര. தஞ்சாவூர் உரிமைமேளா தாளம் கட்டி பாடி வருவான் கும்பகோணம் பொங்கரக குஞ்ச வச்சு ஆடி வர்ற. பஞ்சம் போக்கே காவேரி பாஞ்சு விளையிற சோழபுர கஞ்சி பானை சுமந்து வர காரிகைக்கும் பாட்டு வர பல்லு விழுந்த கிழவருக்கு சொல்லு கழுந்த சுதி சேரும் பாக்கிடிக்கும் பாட்டிக்கெல்லாம் பக்குவமா கும்மி வர்ற கரகாட்டம் கோயிலாட்டம் காமெடியாட்டம் குதிரையாட்ட கை சிலம்பாட்ட அப்படி கரகாட்டம் ஒயிலாட்டம் காமெடியாட்டம் கோலாட்டம் குதிரையாட்ட கை சிலம்பாட்டம் ஒன்று தஞ்சாவூர் உரிமைமேளா தாளம் கட்டி பாடி வர கும்பகோணம் பொங்கரக குஞ்ச வச்சு ஆடி வர்ற. താങ്ക് യു സർ. ശ്യാം, നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ. നാദർഷിക, ഔട്ട് ഓഫ് 30 20 എത്ര വേണം മാർക്ക്? സാറിന് ഇഷ്ടം 20 ആണ്. 6. താങ്ക് യു സർ. മഹതി മാം. 26. താങ്ക് യു മാം. കുപ്പിസ്വാമി സർ. ഞാൻ 1 മാർക്ക് ചേർത്ത് തരാം. 27. താങ്ക് യു സർ. താങ്ക് യു ജഡ്ജസ്. ശ്യാം 90-ൽ 79 മാർക്സ് കിട്ടി. അതെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. മിന്നാമിനിങ്ങിൽ അടുത്ത റൗണ്ട് സോപാനം റൗണ്ടാണ്. ഗൗരിയാണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ഗൗരിയെ. നാടായ നാടെല്ലാം പാറും പാനം പത്തേ പോരുന്നോ നീ എൻ്റെ നാടു കാണാ. ഗൗരി ചേച്ചി, നല്ല സുന്ദരി കുട്ടിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സോപാനം റൗണ്ടാണ്. അപ്പം കമ്മലും എല്ലാം നല്ല ഭംഗിയുണ്ട്. കാരണം ഒരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും കാവാലം സാറിന്റെ പാട്ടുകൾ വരുന്നത്. അപ്പം മയിൽപീലിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഏത് പാട്ടാ പാടുന്നേ? കറുകറെ കാർമുകി. കറുകറെ കാർമുകിൽ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്ലാസിക്കൽ ഒരു സോങ് ആണ് സാറിന്റെ. അപ്പൊ നന്നായിട്ട് പാടും കേട്ടോ. ഓക്കെ, താങ്ക് യു. കറുകരെ
പൂകരെ കാർമുകിൽ കുമ്പനാന പുറത്തേറിയേഴും നള്ളും മൂർത്തേ ദിഗി ദിഗി ദക്കം തീരേ ദിഗി ദിഗി ദക്കം തീരേ ദിഗി ദിഗി ദക്കം തീ ദിഗി ദിഗി ദക്കം തീ ദിഗി ദിഗി ദക്കം തീ. ഗൗരി, ചേച്ചി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സോപാനം റൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്കൊക്കെ കൂടെ ആയപ്പോൾ ശരിക്കും ഒരു നല്ലൊരു മൂഡായിരുന്നു കേട്ടോണ്ടിരിക്കാൻ. ഇനി നമുക്ക് പാട്ടിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ജഡ്ജസിനോട് ചോദിക്കാം. കുപ്പുസ്വാമി സർ. ഗൗരി മനോഹരമായി നിങ്ങൾ പാടി, ഗൗരി മനോഹരമായി നിങ്ങൾ പാടി, മിന്നാമിനിങ്ങിലെ പുഞ്ചിരിപ്പൂ പോലെ, മിന്നാമിനിങ്ങിലെ പുഞ്ചിരിപ്പൂ പോലെ, കാവാളം നാരായണ പണിക്കറിൻ ഗാനം പാടി വന്നാലേ കഷങ്ങൾ തൂറപ്പും തന്നാലേ ഗൗരി മനോഹരമായി നിങ്ങൾ പാടി. നന്നായിട്ട് നല്ല വായ്സ് നല്ല ബ്രൈറ്റാ ഇരുന്നത്, നന്നായിട്ട് പാടി. ഗുഡ്, നൈസ്. താങ്ക് യു സർ. താങ്ക് യു സർ. മഹതി മാം. ഗൗരി, കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ ലിറിക്സ് ആൻഡ് മ്യൂസിക് ആൻഡ് കാവാലം ശ്രീകുമാർ സർ പാടിയ ഒരു പാട്ട്. ഐ തിങ്ക് എനിക്ക് കാവാലം ശ്രീകുമാർ സാറിന് ഒത്തിരി ഞാൻ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ് അങ്ങേര്. ആൻഡ് നന്നായിട്ട് പാടി ഗൗരി. താങ്ക് യു. നല്ല എനിക്ക് തോന്നുന്ന ഓർക്കസ്ട്രേഷൻ വാസ് ബ്രില്യൻറ്റ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഓർക്കസ്ട്രേഷൻ. ഒരു മാം, അതിനിടയിൽ ഒരു നമ്മുടെ ഈ പാട്ടുകളുടെ എല്ലാം ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത് ഇത് ഒറിജിനൽ BGM അല്ല ചെയ്യുന്നത്, അതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഓർക്കസ്ട്ര ടീമിന്റെ അരുണാണ്. അരുണ് അതിന്റെ ക്രിയേഷൻ അരുണാണ്. അപ്പൊ അരുണിന് നമ്മൾ നല്ലൊരു ക്ലാപ്സ് കൊടുക്കും. ഓഫ് കോഴ്സ്. സോ അരുൺ, ബ്രില്യൻറ്റ് വർക്ക്. നല്ലൊരു എന്താ പറയുക, ഒരു കണ്ടംപററി ഫീലും ഉണ്ടായിരുന്നു, ഒരു റെട്രോ ഫീലും ഉണ്ടായിരുന്നു. എല്ലാം ഒത്തിണക്കി കൊണ്ടുവന്നു ഇടയ്ക്ക. ഐ മീൻ ദെൻ എവറിത്തിങ് വാസ് സോ ബ്യൂട്ടിഫുള്ളി ഡൺ. ആൻഡ് ഗൗരി നന്നായി പാടുകയും ചെയ്തു. നമ്മുടെ ശ്രീകുമാർ സർ, കാവാലം ശ്രീകുമാർ സർ നമ്മുടെ മിന്നാമിനിങ്ങിൽ തന്നെ ഗസ്റ്റ് ജഡ്ജായിട്ട് വന്നിട്ടുണ്ട്. സോ അങ്ങേർക്കും ഒരു ഹായ് പറയുന്നു എപ്പോഴും. ആൻഡ് ഈ ട്യൂണിൽ ഇതിൽ തന്നെ ഒരു ശ്യാമാശാസ്ത്രികളുടെ ഒരു കാമാക്ഷി ഒരു കീർത്തനമുണ്ട്. ജനനീ നിന്നു വീണ, ജനനീ നിന്നു വീണ, ജനനീ നിന്നു വീണ ദേവരം ജഗമൂലോ ഇങ്ങനത്തെ ഒരു കീർത്തനമുണ്ട്. ഇതിൽ സിനിമ പാട്ടുണ്ട്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ, പാടുവതും രാഗമായി തേടുവതും രാഗമായി ദേവനും അനുരാഗിയാൻ അമ്പലപ്രാവേ. സോ ഒരു രീതി ഗൗള ആൻഡ് ആനന്ദ ഭൈരവിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആൻഡ് ബ്യൂട്ടിഫുൾ ലിറിക്സിന് വൺസ് മോർ ബിഗ് സല്യൂട്ട്സ് ടു ദ ഗ്രേറ്റ് ലെജൻഡറി കാവാലം നാരായണ പണിക്കർ സർ. സോ ഗുഡ് പെർഫോമൻസ് ഗൗരി. താങ്ക് യു മാം. നാദർഷിക. മോളെ കാതൽ കിടക്കുന്ന ഒറിജിനൽ മൈപ്പിലിയാണോ? ആണ്. ആണോ? ഓക്കെ, നല്ല രസം കേട്ടോ. താങ്ക് യു. പാട്ട് നന്നായിരുന്നു. താങ്ക് യു. ബാക്കി കാര്യങ്ങളെല്ലാം ഇവരൊക്കെ പറഞ്ഞ പോലെയൊക്കെ തന്നെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഗൗരി,
നല്ലൊരു പാട്ടായിരുന്നു, നന്നായിട്ട് പാടി എന്നുള്ളതാണ് ജഡ്ജസിന്റെ അഭിപ്രായം. മാർക്സ് ചോദിക്കാം. ഓക്കെ, കുപ്പുസ്വാമി സർ, ഔട്ട് ഓഫ് 30. 28. താങ്ക് യു സർ. മഹതി മാം 28. താങ്ക് യു മാം. നാദർഷിക. ഞാനും അതെ 28. താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. ഗൗരി 84 മാർക്സ് കിട്ടി 90-ൽ. നല്ല മാർക്സ് ആണ്. ഓക്കെ ഗൗരി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മിന്നാമിനിങ്ങിൽ അടുത്തതായി നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ജഡ്ജ്, നമ്മുടെ സ്വന്തം മഹതി മാം നമുക്ക് വേണ്ടി നല്ലൊരു ഗാനം പാടാൻ പോവാണ്. നമുക്ക് ക്ഷണിക്കാം മഹതി മാമിനെ. പ്ലീസ് കം മാം. എല്ലാ പാട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടാണ് പാടുന്നത്. ഇന്ന് ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടുന്നത് സ്പെഷ്യലായിട്ട്? ഓക്കെ, ഇന്ന് ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾ നമ്മുടെ സ്പെഷ്യൽ റൗണ്ടൊക്കെ ഉണ്ടല്ലോ, അവൾ റൗണ്ട്. സോ അത് കാരണം സ്ത്രീകൾക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു റീസെൻറ്റ് മൂവി, നമ്മുടെ ഹൗ ഓൾഡ് ആർ യുവിൻ്റെ തമിഴ് വേർഷൻ 36 വയതിനിലെ അതിന്ന് വാടി രാസാത്തി എന്ന് പറഞ്ഞ പാട്ട്. ഈ പാട്ട് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട അമ്മമാർക്കും അനിയത്തിമാർക്കും ചേച്ചിമാർക്കും എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ദാ വരുന്നു മഹതി മാമിന്റെ ആ സൂപ്പർ പാട്ട്. വാടി രാസാത്തി പുനസാ യനസാ റൗസാ പോവോ വാടി വാലാട്ടി വലിയാ പൊലിയാ തനിയാ തിരുവോ ഊരേ யாருன்னு கேட்டா ஏய் உன் பேர மைக்கு செட்டு போட்டு உருமி காட்டு காட்டு காட்டு. என்னப்பா இது? தங்கம் 100 ஒண்ணு மேல தூக்கி வைக்கும், திண்டுக்கல் போட்டு 2 மாட்டி போட்டி வைக்கும். விட்டு வாடி ராசாத்தி உன்னை நீயே காப்பாத்தி ராசாத்தி 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 வாடி நீ வாடி அடவாடி ராசாத்தி வாடி ராசாத்தி புதுசா எலசா ரோசா போவோ வாடி வாலாட்டி வலியா தனியா புலியா திருவோ. தம்பி வரும், என்னப்பா இது? பொட்ட புள்ள போக உலக பாத போட்டு வைக்கும், முட்டுச்சந்து பார்த்து அந்த ரோடு போய் நிற்கும். படங்காட்டும் ஏமாத்தி கலங்காத ராசாத்தி 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 வாடி எவாடி அடவாடி ராசாத்தி வாடி ராசாத்தி புதுசா எலசா ரவுசா போவோ வாடி வாலாட்டி
നാടിന്റെ ഇടവഴികളിൽ വെട്ടം പകർന്ന് പാതിര കണ്ണുള്ള മിന്നാമിനുങ്ങുകൾ വിടവാങ്ങുകയാണ്. പക്ഷെ നമ്മൾ വീണ്ടും കാണും മിന്നാമിനുങ്ങിന്റെ അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ് ഫ്രം മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഗുഡ് നൈറ്റ്.